നീ കരയുന്നോ? എന്റെ മോൻ ഇത്ര ദുർബലനാണോ? ചേച്ചേ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കരയാൻ പാടില്ല. കണ്ണു അടയ്ക്കൂ. അമ്മേ, ഞാൻ പോയിട്ട് വരട്ടെ. വട്ടെ ജയ. നീ വീണ്ടും ഇവിടെ? എന്താ ജയ? വെറുതെ. വെറുതെയോ? ഒന്ന് കാണാൻ. പരസ്പരം കണ്ടുകൊണ്ടിരിക്കാൻ ഒരു നീണ്ട ജീവിതം തന്നെ നമ്മുടെ മുമ്പിലില്ലേ? നിനക്കെന്തു പറ്റി? എന്തിനാ ഇങ്ങനെ കരയുന്നത്? എനിക്ക് പേടിയാവുന്നു. മോൻ ചേട്ടനെ വിശ്വസിച്ചൂടാ. അമ്മയെ പാട്ടിലാക്കി അയാൾ എന്നെ സ്വന്തമാക്കും. നമ്മൾ തമ്മിലുള്ള ബന്ധം അമ്മയ്ക്ക് അറിഞ്ഞൂടാ. എനിക്കത് പറയാൻ ധൈര്യം കിട്ടുന്നില്ല. മോഹൻ ചേട്ടൻ ചതിയനാണ്. അയാളോട് ഒറ്റയ്ക്ക് എതിർക്കാൻ എനിക്ക് കഴിയില്ല. നീ അനാവശ്യമായി ഭയപ്പെടുന്നു ജയ. എന്നെ രക്ഷയ്ക്ക് വിശ്വട്ട, അല്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മരിക്കും. മോഹൻ ചേട്ടൻ എന്റെ ദേഹത്തിൽ കൈവയ്ക്കുന്ന നിമിഷം ഞാൻ തന്നെത്താൻ കുത്തി മരിക്കും. ജയ, ഞാൻ ലീവിൽ വരുമ്പോ അമ്മയോട് കാര്യം പറയും. നമ്മുടെ കല്യാണം നടത്തും. നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും. അതിനിടയ്ക്ക് എന്തൊക്കെ വിഷമങ്ങൾ നേരിട്ടാലും നീ പിടിച്ചു നിൽക്കണം. നിന്നെ പറ്റൂ. ആത്മഹത്യയെക്കുറിച്ച് നീ ചിന്തിക്കുക പോലും ചെയ്യില്ലെന്ന് എനിക്ക് വാക്ക് തരൂ. വാക്ക് തരൂ ജയ. പോസ്റ്റ്മാൻ, എനിക്ക് കത്തുണ്ടോ? ഇല്ല. ആരുടെ കത്താ മോളെ? എന്താ ഇങ്ങനെ? എഴുതിയിരിക്കുന്നു 2 ദിവസം ലീവ് എടുത്ത് ഉടനെ വരാമെന്ന്. നേരോ? അമ്മയ്ക്ക് മോനെ ഒന്ന് കാണണമെന്ന് എഴുതുമോളെ. ഉടനെ വരാൻ പറയും. അവർ ഉടനെ വരും. വെറുതെ കാത്തിരുന്ന് കണ്ണ് ചീത്തയാക്കണ്ട. ടെലഗ്രാം. ഇതാ ഇവിടെ. എന്താ മോളെ? എന്ത് പറ്റി? എന്റെ മോനെ എന്ത് പറ്റി?
പറ്റി? എന്റെ മോനെ എന്ത് പറ്റി? എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? എന്റെ മോനെ എന്ത് പറ്റിയടി? അമ്മ ഭയപ്പെടാതെ വിശ്വത്തിന് എന്തോ അപകടം പറ്റിയത്. എന്റെ പൊന്നു മോനെ! അമ്മേ! എനിക്ക് പോണം, ഞാൻ പോവും. ആരോ കള്ളക്കമ്പി അയച്ചതാണ്. വിശ്വൻ ചേട്ടന് ഒന്നും പറ്റിയിട്ടില്ല. എനിക്ക് പോണം. എനിക്കെന്റെ വിശ്വൻ ചേട്ടനെ ഉടനെ കാണണം. കാലിലെന്നറിയാതെ നീ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചാൽ ഇങ്ങനെ കിടക്കുന്ന അമ്മയെ വിട്ടിട്ട് നീ എങ്ങനെ പോകും? മോട്ടോർ ബൈക്ക് ആക്സിഡന്റ് ആയി വിശ്വത്തിനെ കാണാനില്ലെന്ന് മാത്രമല്ലേ ടെലഗ്രാമുള്ളൂ. ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോയി വിശദമായ വിവരങ്ങൾ അറിഞ്ഞിട്ട് വരാം. അതുവരെ നീ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഒന്നടങ്ങ് ചെയ്യാ. ദൈവവിധി ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? അല്ല, എവിടെ പോണം? ഓട്ടോയിൽ പോവാലോ. ഹോട്ടൽ കൊണ്ടുവിടാ. വീടോ ഹോട്ടലോ ചോദിച്ചോ? ഇഷ്ടമുള്ള ചാർജ് ഒന്നും തന്നില്ലേ കുഴപ്പമില്ല. മാറി ഞാൻ ടാക്സി കൊണ്ടുവിടാം. നിന്നെയാണ് ഓട്ടോയിൽ കൊണ്ടുവിടാന്ന്. നീ ഇവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ നിന്നെ പ്ലാറ്റ്ഫോം മുഴുവൻ തേടി. നിന്നെ ഞാൻ കൂടെ കൊണ്ടുപോണ്ടി വരും. ആ പാടി. ദയവ് ചെയ്തെന്നെ വിട്ടയക്കൂ. എനിക്കെന്റെ വിശ്വൻ ചേട്ടന്റെ അടുത്തേക്ക് പോകണം. വിശ്വം മരിച്ചിട്ടില്ല എന്ന് നീ കരുതുന്നു അല്ലേ? ഇല്ല, വിശ്വൻ ചേട്ടൻ മരിച്ചിട്ടില്ല. എന്റെ വിശ്വൻ ചേട്ടൻ മരിക്കില്ല. എന്നെ തനിച്ചാക്കിയിട്ട് എന്റെ വിശ്വൻ ചേട്ടൻ ഈ ലോകം വിട്ട് എവിടെയും പോവില്ല. നിനക്കിവിടം വിട്ട് പോകാനാവില്ല. എനിക്ക് വിരോധമുണ്ടായിട്ടല്ല. നീ വീണ്ടും മോഹന്റെ കയ്യിൽപ്പെടും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോഹന്മാരുടെ വലയിൽ കൊടുക്കും. നിന്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കും. ആദ്യം സമാധാനം വീണ്ടെടുക്കൂ, എന്നിട്ട് അല്പം ധൈര്യം സമ്പാദിക്കും. അതുവരെ ഇവിടെ താമസിച്ചോളൂ. എല്ലാ കാര്യങ്ങളും കാണിച്ച് ആദ്യം നിന്റെ അമ്മയ്ക്കൊരു കത്തയക്കും. നീ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കാം. പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണ്. തെറ്റും ശരിയും നമ്മളോടൊപ്പം പിറക്കുന്നവയാണ്, അല്ലേ? കത്താണോ? അതെ. ആരാ അയച്ചത്? ജയ, ജാനകിയമ്മയ്ക്ക്. ഇന്നലെയല്ലേ മോഹന്റെ കമ്പി വന്നിട്ട് ജാനകിയമ്മ പുറപ്പെട്ടത്? ആരാടി നീ? ചോദിച്ചത് കേട്ടില്ലേ? നാവിറങ്ങിപ്പോയോ? ആരാ? എന്താ?
അത് പിന്നെ സത്യൻ സാറിന്റെ ഭാര്യയോ? ആണോന്ന് ചോദിച്ചാ അല്ല, അല്ലേന്ന് ചോദിച്ചാൽ ആണ്. ഇറങ്ങി പോടി വെളിയിൽ. ഇത് കണ്ട തേവിഷങ്ങൾക്ക് കയറി കിടക്കാനുള്ള ഇടമല്ല. എക്സ്ക്യൂസ് മീ സാർ. ബ്രിഗേഡിയർ സാറിന് മനസ്സിലായില്ല അല്ലേ? എടാ ഇവളേതാ? കണ്ടാൽ അറിഞ്ഞുകൂടെ ഒരു പെണ്ണ്? ഇവൾക്ക് ഇവിടെ എന്ത് കാര്യം? ആ, പലതും കാണും. ഈ നിമിഷം ഇവിടെ നിറക്കി വിടണം. സോറി, സാധ്യമല്ല. ഞാനാണ് പറയുന്നത്. ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. ജേ, അകത്ത് പോവും. അപ്പോ ഞാനോ? പോടാ. ഞാൻ നിനക്കാരാണ്? ആരോ ആണ്. എടാ നീ ബ്രിഗേഡിയർ സി കെ പരശുറാം, ബികോം. പ്ലീസ് കം, ടേക്ക് യുവർ സീറ്റ്. യു സൺ ഓഫ് എ ബിസ്റ്റ്. 100%. താന്തോണിത്തം പറയുന്നു. ആ പെണ്ണേതാണ്? അവൾക്ക് എവിടെ എന്ത് കാര്യം? നിങ്ങൾ അന്യ സ്ത്രീകളെയും കൂട്ടി ബെഡ്റൂമിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ പണ്ട് എന്റെ അമ്മ ഇതേ ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അന്ന് നിങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ? യു മൈൻഡ് യുവർ ഓൺ ബിസിനസ്. സത്യൻ? യെസ്, സത്യൻ. ഞാൻ എന്നും സത്യം പറയണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കണമല്ലോ താങ്കൾ എനിക്ക് സത്യൻ എന്ന് പേരിട്ടത്. സ്റ്റോപ്പ് ഇറ്റ്. ഐ സേ സ്റ്റോപ്പ് ദ നോൺസെൻസ്. എടാ, ഇനി നീ ഇവിടെ താമസിക്കരുത്. ഉടനെ പുറപ്പെടണം. അച്ഛനോട് ചോദിച്ചിട്ടല്ലല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് തോന്നുമ്പോ ഞാൻ വന്നോളാം. നീ അധികം തുള്ളരുത്. ഞാനൊരു മിലിറ്ററി ഓഫീസറാണ്. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വെടിവെച്ചു കൊല്ലും. വീട് എന്നതൊരു പട്ടാള ക്യാമ്പല്ല സാർ. അത് മനസ്സിലാക്കാത്തതാണ് താങ്കളുടെ തെറ്റ്. താങ്കളുടെ പട്ടാള ഭരണം കാരണം എന്റെ അമ്മ ഭയന്നുരുകി മരിച്ചു. ഞാൻ ഇന്നൊരു മനുഷ്യനല്ലാതായി. എന്റെ അനിയൻ, നിന്റെ അനിയൻ നിന്നെപ്പോലെ ഒരു തെണ്ടിയല്ല. സമ്പന്നമായ ഒരു എസ്റ്റേറ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ. പട്ടാളക്കാരനായ അച്ഛന്റെ മകൻ. അച്ഛന്റെ തോക്കിലെ വെടിയുണ്ടയായി അവൻ വളർന്നു വളരട്ടെ. പക്ഷേ അവൻ തന്നെത്താൻ പൊട്ടിത്തെറിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചോളൂ. Shut up, you bastard! ഇത് അവസാനത്തെ വാണിംഗാണ്. അച്ഛനെ അനുസരിക്കാത്തൊരു മകനെ എനിക്ക് ആവശ്യമില്ല. സ്വന്തം മകനെ മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു അച്ഛനെ എനിക്കും ആവശ്യമില്ല. സത്യം, നീ എന്നെ വെല്ലുവിളിക്കരുത്. നീ അതിൽ ദുഃഖിക്കേണ്ടി വരും. അതിൽ കമ്മയ്ക്ക് ഞാൻ വീണ്ടും വരും. അന്ന് രണ്ടിലും തീരുമാനിക്കും. താങ്ക് യു വെരി മച്ച് ബോസ്. എന്റെ മോളെവിടെ? എന്റെ മോളെവിടെ മോഹൻ? വീട്ടിലുണ്ട്. ഹലോ മൈ സ്വീറ്റ് ഡാർലിംഗ് സത്യൻ, കം ഡൗൺ. സത്യൻ സാർ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കും. ഹൈ, ഇതാരാ? എവിടെ നേട്ടിയതിന്? ആകാശം പൊട്ടി വീണ ദേവകന്യകയോ? ഫൈൻ. കേട്ടോ ആകാശന്നെ, അധികം നാൾ ഇവിടെ എങ്ങാനും താമസിച്ചാളായിരുന്നു. ഞങ്ങള് കുറെ പേർ പട്ടിണിയാവും. ഹായ്, ചുമ്മാ അല്ലടി സത്യൻ സാർ മാറിപ്പോയത്. ഇതാ ഒരു തനി നാട്ടുംപുറം. മിണ്ടി പോരുത്. മോഹനം പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചില്ല. എന്റെ മോളിങ്ങനെ നശിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പോഴെല്ലാം നേരിൽ കണ്ടു, കേട്ടു. എടി രണ്ടും കേട്ടവളെ, നീ എങ്ങനെ എന്റെ വയറ്റിൽ വന്ന് പിറന്നു? അമ്മേ, ഞാൻ സ്വത്ത് മാത്രമേ നശിച്ചിരുന്നുള്ളൂ. ഒരിക്കലും അഭിമാനം വെച്ചതിനകത്ത കുടുംബമായിരുന്നെങ്കിൽ നമ്മുടെ നീയായിട്ട് അത് നശിപ്പിച്ചു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ. അമ്മയത് വിശ്വസിക്കണം. അമ്മയുടെ മോള് ഇന്നോളെ സ്വന്തം മാനം കാത്തു സൂക്ഷിച്ചിട്ടുണ്ടമ്മേ. മാറി നിൽക്കടി. സേവിടിച്ചുള്ള അഴിഞ്ഞാടുന്ന ഈ ഇടത്തിൽ കയറി താമസിച്ചിട്ട് നീ മാനത്തെ പറ്റി പ്രസംഗിക്കുന്നോ? എന്റെ ദൈവമേ, ഇതൊക്കെ കാണാൻ അനുഭവിക്കാനും മാത്രം ഞാൻ എന്ത് പാവം ചെയ്തു.
മോളാണ് ഞാൻ. ഞാൻ അമ്മയുടെ കൂടെ വരും. എന്നെ നീ അമ്മയെന്ന് വിളിക്കണ്ട. എനിക്ക് അങ്ങനെ ഒരു മകളില്ല. ഉണ്ടായിരുന്നു, അവള് മരിച്ചുപോയി. കണ്ട തേവടിച്ചുള്ളത് എന്റെ മകളല്ല. എന്റെ മോള് മരിച്ചുപോയി. എന്റെ മോള് മരിച്ചുപോയി. ബൈ ബൈ. അവള് വരില്ല. അവളെന്നെ എനിക്ക് ആരുമല്ല. അവളെ നീ മറന്നു കളയും മോഹൻ. അവള് നശിച്ചുപോയി. എന്റെ മോളൊരു വ്യഭിചാരിയുടെ കയ്യിലകപ്പെട്ട് മാനങ്ങട്ടോളെ കഴിഞ്ഞു മോഹൻ. പക്ഷെ ഞാൻ അവളെ വിടില്ല. അമ്മായിയെ വേദനിപ്പിച്ച അവളെ ഞാൻ വെറുതെ വിടില്ല. എന്നെ എന്തുകൊണ്ടന്ന് നശിപ്പിച്ചില്ല? എന്തിനെന്നെ ജീവിക്കാൻ വിട്ടു? കൊല്ലാമായിരുന്നു. പക്ഷേ നീ ജീവിക്കേണ്ടവളാണെന്ന് അന്ന് എനിക്ക് തോന്നി. ഇപ്പോഴും അങ്ങനെ തോന്നുന്നു. എന്നെ എന്റെ അമ്മ പോലും കൈവിടിഞ്ഞു. എന്നെ ആർക്കും വേണ്ടാതായി. ഞാൻ ആർക്കും വേണ്ടാതായി. എന്റെ വിശ്വൻ ചേട്ടൻ, എന്റെ വിശ്വൻ ചേട്ടൻ. അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിക്കും. ഇപ്പോൾ അതെന്റെയും കൂടി ഒരു ആവശ്യമായിരിക്കും. നീ സ്വയം നശിച്ചിട്ടില്ല എന്ന് നിന്റെ വിശ്വമെങ്കിലും വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്റെ വിശ്വൻ ചേട്ടനെ കണ്ടുപിടിച്ചു തരൂ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഞാൻ നിങ്ങളെ ദൈവമായി പൂജിക്കും. എന്നെ ദൈവമായി കണക്കാക്കുകയൊന്നും വേണ്ട. ഞാൻ ഒരു ശരാശരി മനുഷ്യൻ പോലുമല്ല. എടാ, ഇനി ഒരു ചിക്കൻ കൂടെ കൊണ്ടുപോടാ. പുറപ്പ് 150 രൂപ. 150 കൊടു. എന്താ എത്രയാ പറ്റേ? 150. പറഞ്ഞത് കേട്ടില്ലേ? 150 കൊടു. ഇവിടെ വന്ന് കഴിച്ചതിന് ഞങ്ങൾ അങ്ങോട്ട് കാശ് തരണോ? എടുക്കണോ പൈസ? കാശോ? തരാമല്ലോ. പോയാൽ ആരെങ്കിലും എത്തുന്നതിന് മുമ്പ് നിന്റെ കഥ കഴിക്കും. തുറക്ക്, മീശ തുറക്ക്.